യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, അവിടുന്ന് നമുക്ക് നൽകുന്ന നന്മകൾക്കെല്ലാം നന്ദി പറയാം. കഷ്ടതകളെയും സഹനങ്ങളെയും ഓർത്ത് നന്ദി പറയാം. അങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിനു മേലൊക്കെ ചൊരിയുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് വലിയ ആഗ്രഹത്തോടുകൂടി തീക്ഷ്ണതയോടുകൂടി വചനം കേട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് കൂടിയൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് ഇന്ന് അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറിയത്? മക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ എങ്ങനെയാണ് കടന്നു വന്നത്? അതേക്കുറിച്ച് നമ്മൾ അല്പം കേൾക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 5, 6, 7 വചനങ്ങൾ. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. അവിടെ പറയാം, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഈ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. അത് ഈ ഭൂമി ശൂന്യമായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പുല്ലും ചെടിയും ഒന്നുമില്ല, പച്ചപ്പില്ലാത്ത ഒരു ഭൂമിയായിരുന്നു. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. മഴയില്ലാത്ത ഒരു കാലം, മഴയില്ലായിരുന്നു. അതുകൊണ്ട് ഭൂമിയിൽ പച്ചപ്പിൻ്റെ ഒരു ചെടികളും ഇല്ലാത്ത ഒരു ഭൂമി, അങ്ങനെ ഭൂമി ഉണ്ടായിരുന്നു. കൃഷി ചെയ്യാൻ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. ഈ ഭൂമിയിൽ ചെടികളില്ല, വരണ്ടുണങ്ങി കിടക്കുന്ന മണ്ണ്, മഴയില്ല. ഭൂമിയിൽ അധ്വാനിക്കാനോ കൃഷി ചെയ്യാനോ മനുഷ്യനും ഇല്ല. അങ്ങനെ ഒരു ഭൂമി ഉണ്ടായിരുന്നു. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽമഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. അതായത് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയായിരുന്നു. ഈ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ഈ ഭൂതലത്തെ ഒരു മഞ്ഞ് നനച്ചതായിട്ടാണ് പറയുന്നത്. അത് ശരിക്കും ഈ ഭൂതലത്തിന് മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. വെള്ളത്തിൻ്റെ മേൽ ചലിച്ച ആത്മാവ് ഇവിടെ മഞ്ഞായിട്ട് ഈ ഭൂമിയുടെ മേൽ പെയ്തിറങ്ങി. 7-ാമത്തെ വചനം പറയുന്നു, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും. പൂഴി കൊണ്ട് എങ്ങനെ രൂപപ്പെടുത്തും? അതൊരു ചോദ്യമാണ്. അതിന് തൊട്ട് മുകളിൽ ഇവിടെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഭൂമിയിൽ പുല്ലോ ചെടിയോ ഒന്നുമില്ല, കാരണം ഭൂമിയിൽ മഴ പെയ്യുന്നില്ല. ആ പൂഴി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതൊരു വലിയ ദൈവിക അത്ഭുതമാണ്. പൂഴി വെള്ളം ചേർത്ത് കുഴച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്കൊരു വസ്തുവായിട്ട് അല്ലെ എന്തെങ്കിലും നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നു, പൂഴി കൊണ്ട് മനുഷ്യനെ ദൈവം രൂപപ്പെടുത്തി. ആ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ ആ പൂഴി വാരി കൂട്ടി അവിടുന്ന് ഒരു മനുഷ്യരൂപത്തെ ഉണ്ടാക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ കരം തന്നെയാണ് ആ മനുഷ്യരൂപത്തിന് രൂപം കൊടുക്കുന്നത്.
എന്നിട്ടോ ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. ജീവന്റെ ശ്വാസം, ദൈവം തന്റെ ജീവനെ, തൻ്റെ ആത്മാവിനെ ആ പൂഴി കൊണ്ട് രൂപപ്പെടുത്തിയ മനുഷ്യ രൂപത്തിലേക്ക് അങ്ങോട്ട് ഊതിക്കൊടുത്തു. ജീവശ്വാസം നിറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യനെ രൂപപ്പെടുത്തി. അവിടെ പറയുന്ന വാക്കാണ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. ഇനി മനുഷ്യൻ ദൈവപുത്രന്റെ സ്ഥാനത്തേക്ക് എങ്ങനെ ഉയരുന്നത്? ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ആ വ്യക്തി പുത്രയുടെ സ്ഥാനത്തേക്ക് ഉയരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തില് 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവൻ കഴിവ് നൽകി. 12-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, രക്ഷകനായി, നാഥനായി, കർത്താവായി, സർവസ്വമായി സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു, അവൻ ദൈവമാണെന്ന് വിശ്വസിച്ചു, അവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവൻ അവസരം നൽകി. ദൈവ മകളുടെ സ്ഥാനത്തേക്ക് നീ ഉയർന്നു വരണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി, നാഥനായി സ്വീകരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ താഴ്ന്ന ലെവൽ നീ മനുഷ്യൻ മാത്രമാണ്. മനുഷ്യൻ എന്ന സ്ഥാനത്ത്, മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ദൈവത്തിൽ നിന്ന് നമ്മൾ ജനിക്കണം. അതൊരു വീണ്ടും ജനനത്തെ സൂചിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വന്ന് വീണ്ടും ജനനത്തിലേക്ക് നമ്മളെ നയിക്കണം. അങ്ങനെ നമ്മൾ ദൈവ മകളുടെ സ്ഥാനത്തേക്ക് ഉയരണം. പൂഴി കൊണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, തൻ്റെ ആത്മാവിനെ കൊടുത്തു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുകയും യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്യുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കൾ. ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 4, 5, 6, 7 വചനങ്ങൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. കാലസമ്പൂർണത, പിതാവായ ദൈവത്തിൻ്റെ മനസ്സിലെ പദ്ധതി അനുസരിച്ച് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനെ അയച്ചു. കാലസമ്പൂർണത, കൃത്യ ടൈം. പുത്രനെ അയക്കാനുള്ള കാലസമ്പൂർണത, കൃത്യ സമയം എത്തിയപ്പോൾ തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. ആ സ്ത്രീ പരിശുദ്ധ കന്യക മറിയമാണ്. അമ്മയുടെ ഉദരത്തിൽ വചനമായ യേശു ജനിച്ചു. യേശു ഭൂജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു, ഭൂജാതനായി. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിയമത്തിൻ്റെ അധീനതയിൽ കഴിഞ്ഞവരെ അവൻ വിമോചിപ്പിച്ചു. മക്കളുടെ സ്ഥാനത്തേക്ക് അവൻ ഉയർത്തി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ, അപ്പച്ച, അപ്പ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തെ നമ്മൾ അപ്പ എന്ന് വിളിക്കുക. എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവിടെ പറയുക, തൻ്റെ പുത്രന്റെ ആത്മാവിനെ, യേശുവിൻ്റെ ആത്മാവിനെ, യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, യേശുവിൽ നിന്ന് അല്ലെ പിതാവിൽ നിന്ന് നമ്മിലേക്ക് വരുന്ന ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു.
ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയാണ്. ഹല്ലേലൂയ. അവിടെ വചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. പുത്രന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് മുഖേനയാണ് നമ്മൾ ദൈവത്തെ ആബാ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവപുത്രന്റെ സ്ഥാനത്തേക്ക്, പുത്രയുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യന്റെ സ്ഥാനത്തിന്റെ ഉപരി ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: യേശുവിനെ രക്ഷകനായി, നാഥനായി സ്വീകരിച്ചേ മതിയാവത്തുള്ളൂ. മക്കളുടെ സ്ഥാനത്ത് വരണോ, അങ്ങനെ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. റോമാലേഖനത്തില് 8-ാം അധ്യായത്തില് 14 മുതൽ 17 വരെ വചനങ്ങൾ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക. ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലേ, പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവ് തന്നെ, പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് തന്നെ. ഈ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. നമ്മുടെ ശരീരത്തിന്റെ പ്രവണതകൾ, ഒറ്റ വാക്കി പറഞ്ഞാൽ ജഡത്തിന്റെ പ്രവണതകൾ, ജഡിക പ്രവണതകൾ, ആസക്തികൾ, പാപത്തിന്റെ മേഖലകൾ, ഇതിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് ലഭിക്കണം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ നിഗനിക്കണം, ഇല്ലാതാക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് നമ്മൾ നിറഞ്ഞ് ജഡത്തെ പൂർണ്ണമായിട്ട് നമ്മൾ കീഴ്പ്പെടുത്തണം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ്. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് ദാനമായിട്ട് നൽകുകയാണ്. ഈ ആത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് ദാനമാണ്. പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവ്, പുത്രന്റെ ആ സ്ഥാനത്തേക്ക് നമ്മൾ ഉയരുകയാണ്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഈ ദൈവാത്മാവ് മൂലമാണ് നമ്മൾ ദൈവത്തെ ആബാ എന്ന് വിളിക്കുന്നത്, നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്, ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ്. അങ്ങനെ ഒരു ബന്ധം ആത്മാവിലൂടെ പിതാവുമായിട്ട് നമുക്ക് ഉണ്ടാകണമെന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുന്നു. ദൈവത്തെ നമ്മൾ ഒരു അപ്പനെ പോലെ കാണണം, അപ്പനെ പോലെ സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കണം ഒരു അപ്പനെ പോലെ ദൈവത്തെ. ദൈവം നമ്മുടെ പിതാവാ. അപ്പന് മക്കളുടെ വിഷമങ്ങളും ആവശ്യങ്ങളൊക്കെ അറിയാം. ഉറപ്പായിട്ടും അപ്പൻ നമ്മളെ കാണുന്നുണ്ട്, അപ്പൻ നമ്മളെ അനുഗ്രഹിക്കും. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം നൽകും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എത്ര മനോഹരമാണിത്! നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. യേശുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളെ ദൈവം ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ ദൈവം നിരന്തരമായിട്ട് കൈപിടിച്ചു നടത്തുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കുക. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ അടിയിൽ മറച്ചതുപോലെ നമ്മയും അവൻ മറയ്ക്കുകയാണ്. തൻ്റെ കൈയുടെ നിഴലിൽ തൻ്റെ ദാസന്മാരെ അവിടുന്ന് മറയ്ക്കുന്നുവെന്ന് വചനം പറയുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ആ ബലമേറിയ കരങ്ങൾക്കുള്ളിൽ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ സുരക്ഷിതരാണ്. നാം മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ആത്മാവിനെ സ്വീകരിച്ച് നമ്മൾ
ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുകയാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായിട്ട് മാറുകയാണ്. ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ കൂട്ടവകാശികളാണ് ദൈവത്തിൻ്റെ മുൻപിൽ. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിലൂടെയാണ് ദൈവത്തിലേക്കുള്ള ആ വലിയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നത്. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. അവനോടുകൂടെ നമ്മൾ സഹിക്കുവാൻ തയ്യാറാവണം. അവനോടുകൂടെ ഉൾച്ചേർന്ന് ജീവിക്കുവാൻ തയ്യാറാകണം. അവനും ഞാനും ഒന്നായിട്ട് മാറണം. അവൻ എന്നിൽ ജീവിക്കണം, ഞാൻ അവനിൽ ജീവിക്കണം. ആർക്കും വേർപിരിക്കാനാവാത്ത ഒരു വലിയ ബന്ധത്തിലേക്ക് നമ്മൾ ക്രിസ്തുവിൽ വളരണം. 18-ാം വചനം പറയുന്നു, റോമ 8:18, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ക്രിസ്തുവിനെ പ്രതി നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നിസ്സാരമാണ്. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടതകൾ നിസ്സാരമാണ്. അവന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തിട്ട് അവന് വേണ്ടി നീ സഹിക്കുന്ന സഹനങ്ങൾ അത് നിസ്സാരമാണ്. വരാനിരിക്കുന്ന മഹത്വം ദൈവത്തോടൊത്ത് സ്വർഗത്തിൽ നമ്മൾ ഒന്നായിട്ട് മാലാഖമാരുടെ വിശുദ്ധരോടും പരിശുദ്ധ മറിയത്തോടും ചേർന്ന് നമ്മൾ ഒരിക്കലായിരിക്കും. ആ ദൈവമഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ, സഹനങ്ങൾ നിസ്സാരങ്ങളാണ്. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടപ്രപഞ്ചം, ഈ പ്രപഞ്ചം, ഈ ഭൂമി, ജീവജാലങ്ങൾ എല്ലാം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനായിട്ട് കാത്തിരിക്കുന്നു. ദൈവമക്കൾക്ക് വെളിപ്പെടുത്താനുള്ള ഏറ്റവും മഹത്തായ സത്യമെന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന വ്യക്തിയാണ്. യേശുക്രിസ്തു എന്ന ശക്തനായ ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് വെളിപ്പെടുത്താറുള്ളത്. രക്ഷ നൽകുന്നവനായ ആ യേശുവിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കള് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. നമ്മളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവരും അറിയണം. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങൾ, കഷ്ടതകൾ, വേദനകൾ, ഭാരങ്ങൾ ഒക്കെ നിസ്സാരമാണ്. നമുക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാം. അവൻ്റെ സഹനത്തിൽ നമുക്ക് പങ്കുചേരാം. ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള വലിയ ഒരു തീരുമാനമെടുക്കാം. വലിയൊരു ഒരു ആത്മീയ മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കണം, തിരിച്ചറിയണം, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവ സ്വഭാവത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണം. അതാണ് ദൈവത്തിൻ്റെ തിരുഹിതം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും കരുണയോടെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും സംഭവിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ. ഈശോയെ, നിന്നെ അറിയാത്ത, നിന്റെ സ്നേഹമറിയാത്ത കോടാനുകോടി മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. യേശുവെ, അങ്ങാണ് ദൈവമെന്നും അങ്ങാണ് ജീവന്റെ ഉറവയെന്നും എല്ലാവരും അറിയട്ടെ. അങ്ങയുടെ മഹത്വം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാവട്ടെ, ബന്ധിതർക്ക് മോചനം ലഭിക്കട്ടെ, പാപികൾ മാനസാന്തരപ്പെടട്ടെ. യേശുവെ, അങ്ങയെ അറിയാത്ത വിചാര മധ്യത്തിൽ ഈ സുവിശേഷം ശക്തമായി പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ കരുണ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. മോളുടെ പേരെന്താ? എൻ്റെ പേര് ഷിൻഡു. മോൾ എന്നെ എടുക്കുന്നു? ഞാൻ നേഴ്സിംഗ് പഠിക്കുക, സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്. കൊച്ചിന് എന്നെ പറ്റി? നടുവിന്? എനിക്ക് നടുവിന് 1 വർഷമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ നട്ടലിന് ചെറിയൊരു വളവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും വീണ്ടും ഭയങ്കര വേദനയായി. പിന്നെ MRI എടുത്തപ്പം എനിക്ക് IVDP ആണെന്നും പിന്നെ ഡിസ്കിന് ചെറിയ അടുത്ത് ഇരിക്കുന്നതെന്നും ഇപ്പോൾ കംപ്രഷൻ നടക്കുന്നതുകൊണ്ട് ആ ഇടയിൽ നെർവിന് ചെറിയ അതായത് ഡിസ്കുകൾ അടുക്കാണ്, അത് ജോയിന്റ് അടുക്കുന്നതുകൊണ്ടാണ് ഇവളുടെ നടുവിൻ്റെ പ്രശ്നം. പിന്നെ നട്ടലിൽ വളയുന്ന പ്രശ്നമുണ്ട് അല്ലേ? യേശു സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഉണ്ട്. ഞാൻ ഈ നട്ടലിലും തട്ടാൻ പോകും കേട്ടോ. മോളെ മുടിയൊന്ന് മാറ്റിക്കേ. മോളെ ഏത് ഭാഗത്താണ് ഈ പ്രയാസമുള്ളത്? ഒന്ന് ഷോൾഡർ മുതൽ താഴ്ത്ത. ആ, ഓക്കെ.
സ്തുതിച്ചോ കർത്താവിനെ. നിങ്ങൾ കരമെത്തി ഒന്ന് സ്തുതിച്ച് യേശുവിൻ്റെ അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു, വളഞ്ഞിരിക്കുന്ന നട്ടല്ല നിവരട്ടെ. ഇത് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? അത് ഊരാൻ പറ്റുമോ ഇപ്പം? എന്നാ ഊരിക്കും. ബെൽറ്റ് മോള് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് ബെൽറ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്തുതിച്ചോ കർത്താവിനെ. യേശുവിൻ്റെ നാമത്തിൽ അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു, നടുവ്, നട്ടല്, ഡിസ്കുകൾ യഥാസ്ഥാനത്താവട്ടെ. ദൈവശക്തിയുടെ പ്രവാഹം ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അടുത്തിരിക്കുന്ന ഡിസ്കുകൾ അകലുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഫ്ലൂയിഡ് യേശുവിൻ്റെ നാമത്തിൽ സൃഷ്ടിക്കപ്പെടട്ടെ. ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്. യോഹന്നാൻ 19:36 അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടത്തില്ല. ആമേൻ. തിരിച്ച മോളെ, നട്ടൽ തിരിച്ച്, നടു തിരിച്ച്, ഷാള് താത്തിട്ടെ, തിരിച്ച് നന്നായിട്ട് നാട്ടിൽ തിരിയട്ടെ. കുനിഞ്ഞേ, കുനിഞ്ഞേ, പുറകോട്ട് വളഞ്ഞേ, മുന്നോട്ട് തിരിച്ച്. ഒരിക്കൽ കൂടി. നടുവിനോ നട്ടലിനോ കഴുത്തിനോ വേദനയുണ്ടോ? ഇല്ല, ഇപ്പൊ വേദനയില്ല. എവിടെ പോയി? യേശു മാറ്റി. ഇപ്പൊ വേദനയില്ല. കുനിഞ്ഞപ്പോൾ പ്രയാസം വല്ലതും ഉണ്ടോ? ഫ്രീ ആയിട്ട് കുനിയുന്നില്ലേ? ഒന്നുകൂടെ കുനിഞ്ഞേ. ഉണ്ടോ? കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഇനി മോള് ഇത് ഉപയോഗിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോ. യേശു മോളെ തൊട്ട് കഴിഞ്ഞു കേട്ടോ, വിട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല ഇനി. എന്താ പേര്? ജെയ്സൺ. ജെയ്സന്റെ വീട് എവിടെയാ? ചെറുനല്ലൂര്. നട്ടലിന് എന്ത് പറ്റുക? 3 ബൾജ് ചെയ്തിട്ടുണ്ട്. L1, L2, L3. ഓപ്പറേഷൻ പറഞ്ഞിട്ട് 50% വിജയമുള്ളൂ. എവിടെ പോയി ചെയ്താലും. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന നട്ടലാണ്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 50% വിജയിക്കത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? 50%. എവിടെ പോലും ചെയ്താലും ഈ ഓപ്പറേഷൻ വിജയിക്കാൻ സാധ്യതയില്ല. നട്ടല് ഓപ്പറേഷനാണ്. ചിലപ്പോൾ ഒക്കെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് പലരും ഇങ്ങനെ തളർന്നൊക്കെ കിടക്കാറുണ്ട്. അതാണ് ഡോക്ടേഴ്സ് പറയുന്നത് സാധ്യത വളരെ കുറവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സൗഖ്യം തരുമെന്ന് വിശ്വസിക്കാമോ? കർത്താവ് എന്നെ കണ്ടാൽ മതി. ബെൽറ്റൂരിക്കോ. എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നു? ഈ മകൻ ഉപയോഗിക്കുന്ന ബെൽറ്റാണിത്. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ നട്ടലിന് വിജയിക്കാൻ സാധ്യതയില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓപ്പറേഷൻ കൂടാതെ തന്നെ ഈ മകനെ നട്ടലിനെ കർത്താവ് സൗഖ്യമാക്കും. ജെയ്സന് ഉറച്ച വിശ്വാസമാണോ? യേശു തൊടും, 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 ഉറപ്പാ. യേശു തൊടും. നിങ്ങളെല്ലാവരും ഈ മകൻ്റെ നേരെ കരമൊന്ന് നീട്ടിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിച്ചേ, സ്തുതിച്ചേ യേശുവിനെ. യേശുവേ, ഞങ്ങളുടെ നാമത്തിൽ, ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഈ നട്ടല് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായിട്ട് സൗഖ്യമാവട്ടെ. പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഡിസ്കുകൾ യഥാസ്ഥാനത്താവട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഡിസ്കുകൾ പൂർണ്ണ സൗഖ്യമാവട്ടെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. പേടിക്കണ്ട, അഭിഷേകമാണ്, ആത്മാവിൻ്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ, നന്ദി. ഈ അഭിഷേകം കഴിഞ്ഞ് ആൾ എഴുന്നേൽക്കും പൂർണ്ണ സൗഖ്യത്തോടെ. ഹല്ലേലൂയ. പൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ജേസൺ ഒന്ന് എണീറ്റ്. തിരിച്ചോ, നട്ടൽ തിരിച്ചോ, തിരിയട്ടെ. നട്ടല് നേരെ നിന്ന് ഇട്ട് നട്ടൽ തിരി. ഇങ്ങനെ നേരെ. കുഞ്ഞേ എന്ന് പറഞ്ഞേ. പുറകോട്ട് വളഞ്ഞേ, പുറകോട്ട് വളഞ്ഞേ. ഇനി മുന്നോട്ട് കുഞ്ഞേ. ഹല്ലേലൂയ. കാലൊന്ന് വലിച്ചു കൊടഞ്ഞേ, വലിച്ചു കൊടഞ്ഞേ. ഒന്ന് കുത്തിയിരുന്ന് എണീറ്റേ, എണീറ്റേ. നടുവിന് ബലം കൊടുത്ത ഇരുന്നേ, എണീറ്റേ. തിരിയട്ടെ, നട്ടല് തിരിയട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ നട്ടലിന് വേദനയുണ്ടോ?
കൈയടിച്ച് കർത്താവിന് മുഖത്ത് കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് നന്ദി പറഞ്ഞു. ഇനി ഇതിന്റെ ആവശ്യമില്ല. ഈ നട്ടലിന് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. സന്തോഷമായോ? സന്തോഷമായോ? വീട്ടിലൊറ്റക്ക് കേട്ടോ? ഹല്ലേലൂയ. സന്തോഷമായോ? സന്തോഷം. സന്തോഷമായി. കരച്ചിൽ വരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹമാണ് ഓരോ സൗഖ്യം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ കരുണയുടെ സ്പർശനമാണ്. ഹല്ലേലൂയ. ഓപ്പറേഷൻ പറഞ്ഞ ഈ നട്ടല് സൗഖ്യമായി കഴിഞ്ഞു. അഭിഷേകത്തിൽ ഇവിടെ വീണതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് പറയാമോ? പീഡാനുഭവമാണ് കാണിച്ചത്. പീഡാനുഭവം കാണിച്ചത് കണ്ടത്. പീഡാനുഭവം കണ്ടു എന്നാണ് പറയുന്നത്. പീഡാനുഭവം എന്താ കണ്ടതെന്ന് ഒന്ന് പറയാമോ? യേശു കഴുത്തിൽ കിടന്ന് ഞെളിയണ ഭാഗം, വേദന കൊണ്ട് ഞെളിയണ ഭാഗം. യേശു ആ നിർത്തി കൽക്കന്മ കെട്ടിയിട്ട് നടന്ന് ഞെളിയണ ഭാഗം വേദന കൊണ്ട് യേശു പൊളയുന്ന ഒരു രംഗമാണ് ഇവിടെ വീണ് കിടന്ന് കണ്ടെന്നാണ് ഈ മാന് സാക്ഷ്യപ്പെടുത്തുന്നത്. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. അത്ഭുത സൗഖ്യമാണിത്. കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പൊക്കെ കേട്ടോ. കൈയിടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.